ഹലോ ഫ്രണ്ട്സ്, ഇത് ജിടെക്കിൻ്റെ കളർ ഡിസ്പ്ലേ ആയിട്ട് വരുന്ന ഡോൾബി ഡീറ്റെയിൽസ് എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന DSP കിറ്റ് വെച്ച് ചെയ്ത ഒരു 5.2 AVR ആണ്. നല്ലൊരു പ്രീമിയം ലുക്ക് തരുന്ന റിമോട്ട് തന്നെയാണ് ഈ റിമോട്ട് കിറ്റിൻ്റെ കൂടെ കിട്ടുന്നത്. മാറ്റ് ഫിനിഷിൽ തന്നെയാണ് ഇതിൻ്റെ ഫ്രണ്ട് പാനലും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മാറ്റ് ഫിനിഷിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവിയിൽ അഴുക്ക് പിടിച്ചാലോ സ്ക്രാച്ച് ആയാലോ പെട്ടെന്ന് അറിയില്ല എന്നുള്ളതാണ്. കൂടാതെ ഒരു പ്രീമിയം ലുക്കും തോന്നിക്കുന്നത് മാറ്റ് ഫിനിഷിൽ തന്നെയാണ്. ഈ ആംപ്ലിഫയറിൻ്റെ ഓഡിയോ ഔട്ട്പുട്ട് വരുന്നത് സ്പീക്കർ ചാനൽസിന് പെർ ചാനൽ 100 വാട്ട്സ് RMS വീതവും സബ്വൂഫർ ചാനൽസിന് പെർ ചാനൽ 300 വാട്ട്സ് RMS വീതവുമാണ്. ഇതിൽ USB കണക്ട് ചെയ്തിട്ട് ഓഡിയോ പ്ലേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിലെ ഫോൾഡർ അടക്കം സെലക്ട് ചെയ്ത് ഓഡിയോ പ്ലേ ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെയാണ് ഈ ആംപ്ലിഫയറിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. ഇവിടെയാണ് സ്പീക്കേഴ്സ് കണക്ട് ചെയ്യേണ്ടത്. 12 ഇഞ്ച് സ്പീക്കർ വരെ നമുക്കിതിൽ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. സബ്വൂഫർ ഔട്ട്പുട്ട് ഇവിടെയാണ് വരുന്നത്. 2 സബ്വൂഫർ ഇതിൽ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. 300 വാട്ട്സ് RMS വീതമാണ് സബ്വൂഫർ ഔട്ട്പുട്ട് വരുന്നത്. കൂടാതെ ഒരു ഓക്സിലറി ഇൻപുട്ട്, 3 HDMI ഇൻപുട്ട്, ഒരു HDMI ARC ഔട്ട്പുട്ട്, പിന്നെ ഒപ്റ്റിക്കൽ കോയാക്സിൽ ഇതെല്ലാം കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെയാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഇൻസൈഡ് വരുന്നത്. ഇതിൽ മെയിനായി 2 ട്രാൻസ്ഫോർമറുകളാണ് കൊടുത്തിട്ടുള്ളത്. സ്പീക്കർ ചാനൽസിന് വേണ്ടി 27 വോൾട്ട് 10 ആംപിയറിൻ്റെ ട്രാൻസ്ഫോർമറും സബ്വൂഫർ ചാനൽസിന് വേണ്ടി 27 വോൾട്ട് 12 ആംപിയറിൻ്റെ ട്രാൻസ്ഫോർമറുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പവർ സപ്ലൈ സ്റ്റേജിലേക്ക് 50 വോൾട്ട് 10000 മൈക്രോ ഫാരഡിൻ്റെ 2 കപ്പാസിറ്ററുകളും 50 വോൾട്ട് 10000 മൈക്രോ ഫാരഡിൻ്റെ 4 കപ്പാസിറ്ററുകളും കൊടുത്തിട്ടുണ്ട്. ഈ ആംപ്ലിഫയറിൽ എല്ലാ സ്പീക്കർ ചാനൽസിലും ബാസ് ട്രബിൾ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി യൂണിവേഴ്സൽ ഓഡിയോസിൻ്റെ 3 ബാസ് ട്രബിൾ ബോർഡ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇതിൻ്റെ എല്ലാ ചാനൽസിലും സ്പീക്കർ പ്രൊട്ടക്ഷൻ സർക്യൂട്ടും ആഡ് ചെയ്തിട്ടുണ്ട്. സബ്വൂഫർ ആംപ്ലിഫയർ ബോർഡായിട്ട് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് കുമാർ ഓഡിയോസിൻ്റെ തണ്ടർ മോണോ ബോർഡാണ്. 2 സബ്വൂഫർ ആംപ്ലിഫയർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഒരു ബോർഡിൽ നിന്നും 300 വാട്ട്സ് RMS വീതമാണ് കിട്ടുന്നത്. സ്പീക്കർ ചാനൽസിന് വേണ്ടി ഇതിൽ മഹാരാജയുടെ 5 ചാനൽ ആംപ്ലിഫയർ ബോർഡാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. തോഷിബ 52001943 പെയറായിട്ട് വരുന്ന സർക്യൂട്ടാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. സബ് ഫിൽട്ടർ ബോർഡായിട്ട് മഹാരാജയുടെ സബ് ഫിൽട്ടർ ബോർഡ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ജിടെക്കിൻ്റെ ഡോൾബി ഡീറ്റെയിൽസ് എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന റിമോട്ട് കിറ്റാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഇൻസൈഡ് വരുന്നത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുവഴി ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഓൺ ടൈമായി വാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.